ചൈനയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ഇതിനകം നിരവധി പള്ളികൾ പൂട്ടിയ അധികൃതർ പല പുരോഹിതരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചൈനയിലെ വലിയ സ്വാധീനമുള്ള പ്രൊട്ടസ്റ്റ് സഭ പറയുന്നത് തങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി സഭയുടെ പ്രമുഖരായ പല നേതാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച മധ്യ ചൈനയിലെ ചെങ്ഡുവിലുള്ള വീടുകളും പള്ളി ഓഫീസും പോലീസ് റെയ്ഡ് ചെയ്തതിനെ തുടർന്ന് 9 പേരെ കസ്റ്റഡിയിലെടുത്തതായി ഏർലി റെയിൻ കവന്റ് ചർച്ച് പറഞ്ഞു. ബുധനാഴ്ചയോടെ ഇവരിൽ 5 പേരെ വിട്ടയച്ചു. രാജ്യത്തെ മതപീഡനങ്ങളെക്കുറിച്ച് നിരീക്ഷണം നടത്തുന്ന ചൈന എയ്ഡ് എന്ന സംഘടന പുറത്തുവിട്ട ഒരു വീഡിയോയിൽ അധികൃതർ യായാങ് പള്ളിയിൽ കെട്ടിടം പൊളിച്ചു മാറ്റാൻ തുടങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ വർഷത്തെ മറ്റ് അറസ്റ്റുകൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത പള്ളികളെ തുടച്ചു നീക്കാനുള്ള ദൃഢനിശ്ചയമാണ് ഈ പുതിയ അറസ്റ്റുകളുടെ എണ്ണം കാണിക്കുന്നതെന്ന് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ പറയുന്നുണ്ട്. അതേസമയം BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ UK-യിലെ ചൈനീസ് എംബസിയുമായി ബന്ധപ്പെട്ടു എങ്കിലും അവർ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. ചൈന നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും മതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. 2018-ൽ രാജ്യത്തെ 44 ദശലക്ഷം ക്രിസ്ത്യാനികളുണ്ടെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ ഇവരിൽ പലരും രഹസ്യമായി പ്രവർത്തിക്കുന്ന പള്ളികളിൽ പോകുന്നവരാണ് എന്നാണ് സൂചന. സർക്കാർ അംഗീകരിച്ച പാസ്റ്റർമാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അംഗീകാരമുള്ള പള്ളികളിൽ മാത്രം ചേരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കാലമായി ക്രിസ്ത്യാനികളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ പറയുന്നത് അറസ്റ്റ് കൂടുന്നത് സർക്കാർ പിടിമുറുക്കത്തിന്റെ ലക്ഷണമാണ് എന്നാണ്. അനധികൃത സഭാ നേതാക്കളെ അധികാരികൾ വേഗത്തിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചൈനയിലെ ചില സഭാ നേതാക്കൾ BBC-യോട് പറഞ്ഞു. മുൻകാലങ്ങളിൽ ഈ വ്യക്തികൾക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകുകയും പിന്നീട് പിഴ ചുമത്തുകയും ഉത്തരവുകൾ പാലിക്കാൻ വിസമ്മതിച്ചാൽ ഒടുവിൽ തടങ്കലിൽ വയ്ക്കുകയും ചെയ്യുന്നതായിരുന്നു രീതി. ആഴ്ചകൾക്ക് മുമ്പ് ഏർലി റെയിൻ കവന്റ് ചർച്ചിന്റെ നേതാവായ ലീ ലിംഗിയാങ് വലിയ തോതിലുള്ള അടിച്ചമർത്തലിന്റെ ആസന്നമായ സാധ്യതയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഇപ്പോൾ തടങ്കലിൽ കഴിയുന്ന 4 പേരിൽ ലീയും ഭാര്യ ഷാങ് സിൻവിയും ഉൾപ്പെടുന്നുണ്ട്. പെൻഷൌവിൽ പ്രാദേശിക അധികാരികൾ ഈ ആഴ്ച ആദ്യം ബുൾഡോസറുകൾ, ക്രെയിനുകൾ എന്നിവ ഉപയോഗിച്ച് യായാങ് പള്ളി കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റാൻ തുടങ്ങി. കെട്ടിടത്തിന് പുറത്ത് കാവലിനായി 100 കണക്കിന് സായുധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. എന്നാൽ ഇവയൊന്നും ചിത്രീകരിക്കാൻ നാട്ടുകാരെ അനുവദിച്ചില്ല. ചൈനയുടെ ജെറുസലം എന്നറിയപ്പെടുന്ന വെൻഷൌവിൽ രാജ്യത്തെ മറ്റേതൊരു നഗരത്തെക്കാളും കൂടുതൽ ക്രിസ്ത്യാനികളുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ വെൻഷൌവിലെ യായാങ് പള്ളിയിലെ 100ഓളം അംഗങ്ങളെ 5 ദിവസത്തിനിടെ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വെളിപ്പെടുത്തിയത് 24 അംഗങ്ങൾ ഇപ്പോഴും കസ്റ്റഡിയിലാണ് എന്നാണ്. ചൈനയിലെ സിയോൺ ചർച്ചിനെയും ഏർലി റെയിൻ കവന്റ് ചർച്ചിനെയും ചൈനീസ് സർക്കാർ വർഷങ്ങളായി നോട്ടമിട്ടിട്ടുണ്ട്. 2018-ൽ അധികാരികൾ പള്ളിയിൽ റെയ്ഡ് നടത്തി സ്ഥാപക പാസ്റ്റർ വാങ്ങിയെയും ഭാര്യ ജിയാങ് റോങ്ങിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മതത്തെക്കുറിച്ചുള്ള നയങ്ങളുടെ തുറന്ന വിമർശകനായ വാങ് ഭരണകൂട അധികാരം അട്ടിമറിക്കാൻ പ്രേരിപ്പിക്കൽ, നിയമവിരുദ്ധ ബിസിനസ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. 2027-ൽ അദ്ദേഹം മോചിതനാകും.